രാജസ്ഥാൻ, ഇത് രാജസ്ഥാനാണ്. നമ്മളിപ്പോ രാജസ്ഥാനിലാണ്. എന്ത് പറ്റത്തില്ലെന്ന്. മൊബൈൽ എടുക്കോ? മൊബൈലും കൊണ്ട് എല്ലാരും കയറുന്നുണ്ട്. അജിതാണ് അജിത രതി ഇന്നലെ എടുത്ത ഫോട്ടോസ് ഒന്ന് തരും. ഫോട്ടോ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. വീഡിയോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ ഞാൻ എടുക്കാം. ഫോട്ടോ സന്തോഷം. വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. അത് സന്തോഷം ഇട്ടിട്ടില്ല. ഉള്ളായിരുന്നു. ഇത് അരിയോ അരിയോ നമ്മളിപ്പോ നിൽക്കുന്നത് രാജസ്ഥാനിലാണ്. നമ്മള് രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ തന്നെ രാജാക്കന്മാരുടെ നാടാണ്. അപ്പൊ രാജാക്കന്മാർ ഇവിടെ എന്താ വെച്ചാൽ റിച്ചും മാർബിളും റിച്ചിൻ ഗ്രാനൈറ്റൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ഏത്? രാജസ്ഥാൻ. അതുപോലെ തന്നെ പെണ്ണുങ്ങളുടെ മുഖത്ത് ഇടുന്നൊരു തരം മണ്ണുണ്ടല്ലോ, അത് ആ സാധനങ്ങളൊക്കെ ഉള്ള നാടാണ് രാജസ്ഥാൻ. അപ്പൊ രാജസ്ഥാനിലെ ഒരു രാജാവ്, അദ്ദേഹത്തിന്റെ പേര് ജയ്സാൽ സിംഗ്, സൂരജ്. ആ രാജാവ് പണിത അദ്ദേഹത്തിന്റെ കൊട്ടാരം, ഇതിനകത്തൊരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. അപ്പൊ ഹനുമാൻ വളരെ പവർഫുൾ ആണെന്നാണ്. അപ്പൊ ഹനുമാനെ അത്രയധികം അവർക്ക് വിശ്വാസമാണ്. ഹനുമാന്റെ നെഞ്ചു പിളർന്ന രാമനെ കാണിച്ചു കൊടുത്ത ക്ഷേത്രം എന്നൊക്കെ അവർ വിശ്വസിക്കുന്നു. അത്ര ഒരു പവർഫുൾ ക്ഷേത്രമായിട്ടാണ് ഈ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തെ അത് ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ദർശനം നടത്തിയിട്ട്, അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ 84-ലുള്ള ഇതല്ലാതെ വന്നതാണ് നമ്മൾ. കാരണം നമ്മുടെ ഡ്രൈവർ പറഞ്ഞു ഇതൊരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്, നിങ്ങൾ വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും നമ്മളത് ചതുർധാമനിക്ക് പോവാണ്. എവിടെയാണ്? അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട്, നന്ദഗോപർക്കും യശോദയ്ക്കും വേണ്ടിയിട്ട് അവർക്ക് പ്രായമായി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് 4 ധാമങ്ങളെ വൃന്ദാവനത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അത് അന്നിപ്പോൾ വൃന്ദാവനം എന്ന് പറഞ്ഞാൽ കുറേ ഏരിയ ആയിരിക്കാം. ഇന്നിപ്പോൾ അത് സ്റ്റേറ്റ് മാറി. ഇന്നിപ്പോൾ രാജസ്ഥാനിലാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നത് UP-യിലല്ല, ഇപ്പം നമ്മളിരിക്കുന്നത് രാജസ്ഥാനിലാണ്. അപ്പം നമ്മൾ രാജസ്ഥാനിൻ്റെ ചില ഏരിയകളിലേക്കാണ് ഒന്ന് പോകുന്നത്. അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് കയറി മാത്രം. ഓക്കെ ഓക്കെ. അപ്പം നമ്മുടെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ അവിടെ ആൾക്കാർ ബാത്റൂമിലിരിക്കുകയാണ്. വൃത്തിയാക്കി വെച്ചിട്ടുണ്ടല്ലേ? കംപ്ലീറ്റ് ഫൗണ്ടനും വെള്ളമായിരുന്നു. വെള്ളമാണ് എല്ലാം കണക്കുകളാണ്. ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതിൽ ജാനാ ഒത്തിരി ഫോട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല. മഹാരാജ് ഇതിലേ പോവാനാ പറഞ്ഞേ? ഇതിലേ दक्षिण हिस्से में स्थित इस मंदिर की स्थापना
भरतपुर महाराष्ट्र में केवल विजेंद्र सिंह ने द्वारा कराई 400 वर्ष प्राचीन निर्मित है, जिसके एक साथ 5 प्रतिमाओं के दर्शन शरीर की नसें एवं भरत जी द्वारा ब्रह्म वरा चलाया गया। निशाना भी എന്താണ് മനസ്സിലായി എന്താ മനസ്സിലായത്? അത് മനസ്സിലായി. ഇതെന്താ ശരീരിക്ക് നസേ ഏവം, അതായത് ശരീരത്തിന്റെ എല്ലാവിധ शरीर की नसें एवं भरत जी द्वारा ब्रह्म वश चलाया गया। तीर का निशान भी दर्शाया गया। അപസ്മാര രോഗങ്ങൾ പോലുള്ള രോഗങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാറുണ്ട്. അതായത് നമ്മുടെ ചൊറ്റാനിക്കര ക്ഷേത്രം പോലെ അങ്ങനെ ഒരു वश चलाया गया തന്നെ നിശാൻ. ഉണ്ടല്ലേ? ഒരുത്തം 10 പറഞ്ഞു, അതുകൊണ്ട് 20. ഈ സ്ഥലം ഏതാ? സൂരജ് പുള്ളിക്കാരൻ അപ്പൊ ആ മേജനാണ് കാണുന്നില്ലേ? അയ്യാ ശരിയാക്കി വെച്ചില്ലേ? ബാബാ